ഒക്ടോബർ 3 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. കൊടുങ്കാറ്റിന് ശേഷമുള്ള പ്രശാന്തത തലക്കെട്ടോടുകൂടി 12-12 പത്താമ്പടിയുടെ ലേഖനത്തിൻ്റെ ഭാഗമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വിജയം മാത്രം ലക്ഷ്യമാക്കുന്ന ഒരാളാണ് മദ്യാസക്തൻ. വിജയത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ മദ്യാസക്തന് ഇല്ല. നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം പടികളിലൂടെ പോകുമ്പോൾ എല്ലായ്പ്പോഴും വിജയങ്ങളെ ലക്ഷ്യം വെക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല എന്നും വിജയം എന്നതിൻ്റെ അർത്ഥം തന്നെ മാറുകയാണ്. പുതിയ രീതിയിലേക്ക് വിജയത്തെ പരിവർത്തനം ചെയ്യാൻ നമ്മൾ ശരിയായിട്ട് മാറ്റത്തിന് വിധേയമാവും. ഇനി ചില പ്രവൃത്തികളൊക്കെ നമ്മൾ ആ മാറ്റത്തിന് വിധേയമാക്കാനായിട്ട് നമ്മൾ നിശ്ചയിക്കുന്നു. നമ്മളവിടെ കണക്കെടുക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇങ്ങനെ ആയിരിക്കണം, നമ്മളിപ്പോൾ ദേഷ്യപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്, തെറി വിളിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആളുകളോട് സംസാരിക്കണം എന്ന് വിചാരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നല്ലതാണ്, നല്ല രീതിയിൽ തന്നെ പോകണമെന്ന് തന്നെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് പലപ്പോഴും ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മോശമായ പ്രവൃത്തികളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പല കാര്യവും നമ്മൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ദിവസം പ്രവർത്തിക്കുക എന്ന് കരുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് സാധ്യമല്ല. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ അമിതമായിട്ട് ഭക്ഷണം കഴിച്ചാൽ എൻ്റെ ശരീരത്തിന് ദോഷമാണ്. അപ്പോൾ ഞാൻ ഭക്ഷണത്തിൽ ചെറിയ കൺട്രോളൊക്കെ വരുത്തണമെന്ന് നന്നായി തീരുമാനിച്ചു. പക്ഷെ അതിൽ എനിക്ക് വീഴ്ച പറ്റുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ തന്നെ നേരിട്ട് ബാധിക്കുന്നതാണ്. അതേപോലെ നമ്മുടെ വൈകാരിക പ്രവർത്തനം അല്ലെങ്കിൽ വൈകാരികമായ പ്രകടനങ്ങളാണെങ്കിലും ആ രീതിയിലാണ്. ഇന്ന് ഞാൻ നുണ പറയില്ല എന്ന് കരുതിയിരിക്കുന്നു, പക്ഷെ എനിക്ക് നുണ പറയേണ്ടി വരുന്നു. എനിക്കിന്ന് കാര്യമായിട്ട് മറ്റൊരാളോട് ദേഷ്യപ്പെടേണ്ട അവസ്ഥ വരില്ല എന്ന് വിചാരിക്കുന്നു, പക്ഷെ ഞാൻ ദേഷ്യപ്പെട്ടു പോകുന്നു. ഇത് പലപ്പോഴും നമുക്ക് സ്വയം സഹതാപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാം. അവിടെയാണ് ഏടെ പ്രോഗ്രാം നമ്മളോട് പറയുന്നുണ്ട്, കണക്കെടുപ്പ് എപ്പോഴും ചുവന്ന മഷിയിൽ നടത്തപ്പെടേണ്ട ഒന്നല്ല. നമ്മൾ കാര്യങ്ങൾ നേരെ ചൊവ്വ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് മോശമായിരിക്കും എന്ന കാര്യത്തിന് സംശയമൊന്നുമില്ല. കാരണം രാവിലെ എക്സസൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യാനുള്ള പ്രവൃത്തികളിലേക്ക് ഇറങ്ങി എക്സസൈസിൻ്റെ മടിയെ മാറ്റി വെച്ച് എക്സസൈസ് ചെയ്യണം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെയാണ് ആ കൺട്രോൾ ഞാൻ ചെയ്യേണ്ടതുണ്ട്. ദേഷ്യം വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഞാൻ മാറി നിൽക്കേണ്ടതുണ്ട്. ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം ഉണ്ടാവും. ആ വികാരം, ദേഷ്യം, സങ്കടം, ഇതൊക്കെ സ്വയാനുകമ്പ, ഇതൊക്കെ എളുപ്പം മാറ്റി പരിവർത്തനം ചെയ്യല്ല. അത് വരുമ്പോൾ അതിനെ എങ്ങനെ പരിവർത്തനം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ കടന്നു വരുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ പോലും അത് നമ്മുടെ നേട്ടങ്ങളായിട്ട് നമുക്ക് കൂട്ടാം. കാരണം നമ്മൾ ശ്രമിച്ചിട്ടാണ് പരാജയപ്പെടുന്നത് എന്നതാണ് നമ്മളാണ് പരിശോധിക്കേണ്ടത്. എന്തെങ്കിലും ന്യായം പറയാതെ അവിടെയാണ് ആ കടുത്ത സത്യസന്ധതയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പാണ്. കാരണം ഇവിടെ നമ്മുടെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട്, നമ്മൾ പ്രവർത്തിക്കാൻ സന്നദ്ധനായിട്ടുണ്ട്, അതിൻ്റെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, കഠിനമായി പരിശ്രമിച്ചിട്ടാണ് നമ്മൾ പരാജയപ്പെട്ടത്. ഒരു കുഴപ്പമില്ല, നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് നമ്മളെ കൊണ്ട് പരമാവധി. അത് നന്നായിട്ട് നമുക്ക് ബോധ്യമുണ്ടെങ്കിലും ആ ഒരു പരാജയം തീർച്ചയായിട്ടും ആ വലിയ നേട്ടത്തിൻ്റെ ഭാഗമാണെന്ന് പറയാറുണ്ട്. കാരണം ഓരോ പരാജയങ്ങളിൽ നിന്ന് 20-25 തവണയൊക്കെ ഞാനൊക്കെ ചില കാര്യങ്ങൾ മാറ്റി തീർക്കാനായിട്ട് എൻ്റെ സ്പോൺസറുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത് മാറിയിട്ടില്ല. ഓരോ ദിവസവും ഒരു മടിയില്ലാതെ വിളിക്കാൻ തയ്യാറായിട്ടുണ്ട്. കാരണം എനിക്ക് മാറ്റേണ്ടതാണ്. ഞാനവിടെ സത്യസന്ധമായിട്ട് അയ്യോ എനിക്ക് പറ്റിയില്ല, 10 ദിവസമായി 15 ദിവസമായി എന്നല്ല. അപ്പോൾ ഓരോ പരാജയവും നമ്മുടെ നേട്ടങ്ങളായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. കാരണം പരാജയത്തിൻ്റെ വേദനകളെ നേട്ടങ്ങളായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, നമ്മളൊരു ശാരീരികമായിട്ട് അധ്വാനിക്കുമ്പോൾ അല്ലെങ്കിൽ ശരീരത്തിന് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിലുകളെയൊക്കെ ഡാമേജ്, അല്ലെങ്കിൽ മസിലുകൾക്ക് നമുക്ക് വലിയ രീതിയിൽ നമ്മൾ ബ്രേക്ക് ചെയ്യും മസിലിനെ. ആ മസിൽ ബ്രേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് നല്ല വേദന നമുക്ക് അനുഭവിക്കാം. ആ വേദനയാണ് പിന്നീട് പരിവർത്തനമായിട്ട് നമ്മുടെ മസിലായിട്ട് മാറുന്നത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ. അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ, അവിടെ ഉണ്ടാകുന്ന പരാജയങ്ങൾ, അതിനെ സ്വീകരിക്കാനുള്ള നമ്മുടെ വിമുഖത, അവിടങ്ങളിലൊക്കെ നമ്മൾ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട്, നമ്മുടെ സ്വാഭാവിക ആഗ്രഹങ്ങളുടെ നേർ വിപരീതത്തിലേക്ക് പോകാൻ നമ്മൾ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട്,
പ്രോഗ്രാം പറയുന്ന രീതിയിൽ സ്വാഭാവിക ആഗ്രഹങ്ങളുടെ നേരെ വിപരീതത്തിലേക്ക് പോകാൻ ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. സന്തോഷം വരുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ മാറ്റിയിട്ട് ചെറുതായിട്ട് വേറെ പ്രവർത്തികൾ ചെയ്യും. സന്താപം വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമസ്ഥിതികൾ സന്തോഷം വരുന്നതുമായിട്ട് റീപ്ലേസ് ചെയ്യും ചെറിയ രീതിയിലൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും എന്താണ്, നമ്മൾ എത്രത്തോളം ശ്രമിച്ചു എന്നത് നമുക്ക് ആശ്വാസം തരുന്നതാണ്. അവിടെ സ്വയം സഹതാപത്തിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ, നമ്മുടെ ശ്രമമാണ്. ആ ശ്രമത്തിൽ നമുക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. നമ്മളോട് ചോദിക്കുമ്പോൾ നന്നായി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് പരാജയപ്പെട്ട ഈ പറയുന്ന പോലെ വേദനകളാണ്, വളരുന്നതിന്റെ വേദനകളാണെന്ന് പറയുന്നുണ്ട്. ആ പരാജയത്തിന്റെ വേദനകളെ നേട്ടങ്ങളായിട്ട് പരിവർത്തനം ചെയ്യാം നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ. ആ പരാജയത്തിന്റെ കാരണം നിങ്ങളാണ് എന്ന ഉത്തരവാദിത്തം ഇനിയും നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ആളുകളെയും സാഹചര്യങ്ങളെയും മറ്റു വസ്തുക്കളെയും പരാതി പറയാതെ നിങ്ങളുടെ പ്രവൃത്തിയാണ് എന്ന ബോധ്യത്തിൽ നിന്ന് അതിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തേജനം ലഭിക്കും. ആ പ്രവൃത്തി എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടു പോയേ നമുക്ക് കൃത്യമായ ഉത്തരം നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴേ പറ്റൂ. അതല്ല മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടില്ല. മുന്നോട്ട് പോകുന്നതിന് പകരം നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പഴമക്കാരായ മനുഷ്യർ അവര് നമ്മളോട് ആവർത്തിച്ച് ഓരോ മനുഷ്യരും പറയുന്ന കാര്യമുണ്ട്, ആത്മീയ പുരോഗതിയുടെ ഒരു കല്ല് വേദനയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ ആത്മീയ പുരോഗതി വേദനയിലൂടെ തന്നെയാണ് ഉണ്ടാക്കിയത്. നമ്മുടെ അതിൽ പറയുന്ന പോലെ മദ്യപാനത്തിന്റെ വേദനകൾ നമുക്ക് കടന്നു വരുന്നു. നമുക്ക് പ്രശാന്തത അനുഭവിക്കണം, വൈകാരികമായ പ്രക്ഷുബ്ധത ഉണ്ടാവണം. കാരണം ഓരോ സമയവും നമുക്കറിയാം, ഓരോ ദുഃഖവും നമുക്ക് കടന്നു പോകേണ്ടതാണ്. സുഖത്തോടുള്ള നമ്മുടെ ആഗ്രഹം ഉണ്ടാകുമ്പോഴും സുഖവും അതേപോലെ കടന്നുപോയി നമുക്ക് വേദനകൾ വീണ്ടും കടന്നു വരും. അപ്പോൾ ഇവിടെ സുഖത്തിനെയും ദുഃഖത്തിനെയും ഒക്കെ എങ്ങനെ നേരിടണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന ബോധ്യം. അപ്പോൾ ഓരോ സമയവും നമുക്കുണ്ടാകുന്ന കുഴപ്പങ്ങൾ നമ്മൾ കൃത്യമായ ബോധ്യത്തോടു കൂടി തിരിച്ചറിയുന്ന ഓരോ കൊടുങ്കാറ്റും അത് അവസാനിക്കാനുള്ളതാണ്. അതിനുശേഷം വളരെ കൃത്യമായിട്ട് തന്നെ ശാന്തമായി തീരാറുണ്ട്. അതിനെ ഞാൻ എങ്ങനെ അതിജീവിക്കാനായിട്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രവൃത്തികളാണ് എൻ്റെ ജീവിതത്തിൻ്റെ പുരോഗതി അളക്കാനുള്ള അളവുകോലായിട്ട് മാറുന്നത്. അപ്പോൾ ഞാനെന്ന മദ്യാസക്തൻ കൃത്യമായിട്ട് തന്നെ പ്രോഗ്രാം പറയുന്ന രീതിയിൽ ഒരു ദിവസത്തെ പരിപാടി എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ പ്രവർത്തിക്കുമ്പോൾ പരാജയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തുണ്ടാവുമെന്നല്ല, മറിച്ച് മുന്നോട്ട് വളരെ കൃത്യമായി തന്നെ പോകേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. നമുക്ക് ഒരുമിച്ചുകൊണ്ട് പറയുന്ന തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.